2019 നരേന്ദ്രമോദി എലക്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റ് ഇതുവരെ നേരായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഭരണകക്ഷിക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന നല്ല വിഷയങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. പാർലമെൻറ്റിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിവിലേജ് മോഷനിലൂടെ മന്ത്രിക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ കൊടുക്കുന്ന കണക്കുകൾ 100% സത്യസന്ധമായിരിക്കും. പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ശത്രുവിനെ പോലെയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ഈ പാർലമെന്ററിയൻ നല്ലതായാലും പാർട്ടി അനുവദിച്ചാലേ അവിടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ശശി തരൂരിന് ഇന്ത്യൻ പാർലമെന്റിൽ കാര്യമായി സംസാരിക്കാൻ അവസരം കിട്ടാറില്ല. കാരണം കോൺഗ്രസിൻ്റെ പോളിറ്റിക്സിലല്ല ശശി തരൂർ നിൽക്കുന്നത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിയമനിർമ്മാണ സഭ, രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് ഏവർക്കും ഏറെക്കുറെ അറിയാം. അവിടെയാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അവിടെയാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ, ഭരണം നിർവഹിക്കേണ്ടതിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ഈ മൺസൂൺ സെഷൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് എത്ര സമയമാണെന്ന് നിങ്ങൾക്കറിയാമോ? 18ാം പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനിൽ ലോക്സഭയുടെ പ്രൊഡക്ടിവിറ്റി വെറും 15% മാത്രമാണ്. ബാക്കി 85% നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാർലമെൻറ്റിൽ നടക്കുന്ന ബഹളത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തയിലൂടെ കാണുമ്പോൾ അത് കാണാൻ നല്ല രസമാണ്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഉയർത്തി പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വയ്ക്കുന്നു, സഭ ബഹിഷ്കരിക്കുന്നു. ഇതൊക്കെ വാർത്തയായി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തടസ്സപ്പെടുന്ന പാർലമെൻറ്റ് നഷ്ടമുണ്ടാക്കുന്നത് ഈ രാജ്യത്തിനാണ്. 1 മിനിറ്റ് പ്രവർത്തിക്കുവാൻ 2.5 ലക്ഷമാണ് ചിലവാകുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കുക. അത് ഒരു വശം. അതിനപ്പുറത്തേക്ക് ഭരണപരമായ നഷ്ടം ഒട്ടേറെയുണ്ട്. രാജ്യത്തിൻ്റെ ഭാവിക്ക് തന്നെ ദോഷമാകുന്ന നഷ്ടമാണത് എന്നുള്ളതാണ്. ഇതിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജയപ്രസാദ്. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സർ, ഈ പാർലമെൻറ്റ്, അതിൻ്റെ പ്രാധാന്യം, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നവർ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒക്കെ തന്നെ അവിടെ ഇരുന്നാണ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വാർത്തയിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും സഭയിൽ ചർച്ചകൾ നടക്കാറില്ല, സഭ കാര്യക്ഷമമായി പ്രവർത്തിക്കാറില്ല. ഈ സമ്മേളനത്തിൽ 18ാം പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനിൽ ലോക്സഭ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് 15% മാത്രമാണ് എന്നുള്ളതാണ്. ഈ സഭയുടെ കാര്യക്ഷമത, പാർലമെൻറ്റിൻ്റെ കാര്യക്ഷമത നമ്മുടെ ദൈനംദിന ജീവിതത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? സാധാരണക്കാരൻ എന്തൊക്കെയാണ് ഇതിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു പാർലമെൻ്ററി ജനാധിപത്യ രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ രീതിയിലാണ് നമ്മൾ സ്വീകരിച്ചത്. അത് ഈ പാർലമെൻറ്റിനെ അറിയപ്പെടുന്നത് ടെമ്പിൾ ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ. അപ്പം നമ്മൾ ശ്രീകോവിൽ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുമല്ലോ അതിൻ്റെ പ്രാധാന്യം. അതായത് വളരെ സീരിയസ് ആയി നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു മേഖല അല്ലെങ്കിൽ മണ്ഡലമാണ്. അതിൽ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉയർത്താൻ, അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഗവൺമെൻറ്റിന് ജനങ്ങളോട് സംവദിക്കാനും, നമ്മുടെ രാജ്യം നടത്തുന്ന നിയമനിർമ്മാണങ്ങളെന്ന് പറയുന്നത് ഭാവിയിലെ നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ് നിയമനിർമ്മാണം. അപ്പം കാലാകാലങ്ങളിൽ അനിവാര്യമായ വിഷയങ്ങൾ, പല പല വിഷയങ്ങളും വരും. ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങൾ വരും. അതിനാവശ്യമായ നിയമങ്ങളും ആ നിലവിലുള്ള നിയമങ്ങളിൽ തന്നെ പുതിയ തിരുത്തലുകളും അഡീഷൻസും അമെൻമെൻറ്റും ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സംവാദത്തിലൂടെ മുന്നോട്ട് പോകുന്നൊരു പ്രക്രിയയാണ്. അപ്പം ആ സംവാദം എന്ന് പറയുന്നത് ജനഹിതത്തിൻ്റെ സംവാദമാണ്. അപ്പം വ്യത്യസ്ത ആശയങ്ങൾ, 543 അംഗങ്ങളുടെയും ആശയങ്ങൾ അവിടെ വരികയാണ്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. അതിൽ തീർച്ചയായിട്ടും ഭരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനോട് അവർക്ക് മേൽക്കോയ്മ ഉണ്ടാകും. അതേസമയം ഭരണകക്ഷിക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന നല്ല വിഷയങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. പല നിയമനിർമ്മാണത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള പാർലമെൻറ്റേറിയന്മാർ ഉയർത്തിയ പല അമെൻമെൻറ്റ്, അവർ കൊണ്ടുവരുന്ന അമെൻമെൻറ്റ് പലപ്പോഴും സ്വീകരിക്കപ്പെടാതിരിക്കാം. പക്ഷേ പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യതയുണ്ടെങ്കിൽ ഭരണകൂടം അത് അംഗീകരിക്കേണ്ടി വരും. ആ തരത്തിൽ വളരെ സക്രിയമായ രീതിയിൽ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് പാർലമെൻറ്റ്. തീർച്ചയായിട്ടും സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ, നമ്മൾ അടിയന്തര പ്രമേയങ്ങളും മറ്റ് പല വിഷയങ്ങളും വരുമ്പോൾ ചിലപ്പം കുറച്ച് ബഹളം
ലോകം മുഴുവനുമുള്ള പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊരു വ്യവസ്ഥയായി മാറാറില്ല. ഇപ്പം നമ്മളെ ഒരു അക്കാഡമിക് രംഗത്ത് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ക്ലാസ്സിനിടയിൽ സമരങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ സംഘർഷം ഒരു വ്യവസ്ഥയായി മാറാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തകർന്നു പോകും. അപ്പം നമ്മളുടെ സമൂഹം പാർലമെൻറ്റിനോടുള്ള റെസ്പെക്റ്റ് ഇല്ലാതെയാകാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പാർലമെൻറ്റിൽ 2013 ഇതുപോലെ 13 ദിവസം പാർലമെൻറ്റ് സ്തംഭിച്ചിട്ടുണ്ട്. അന്ന് BJP ആയിരുന്നു പ്രധാന പ്രതിപക്ഷം. നമുക്കറിയാമല്ലോ, അന്ന് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, കൽക്കരിയോ അങ്ങനെ നിരവധി വിഷയങ്ങൾ വന്നിട്ട് മൻമോഹൻ സിംഗിൻ്റെ 2ാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സുഷമ സ്വരാജാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ഏതാണ്ട് 13 ദിവസം വരെ പാർലമെൻറ്റ് സ്തംഭിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അണ്ണാ ഹസാരയുടെ സമരം നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ. ഇതിപ്പോൾ 19 ദിവസം പാർലമെൻറ്റ് ഈ മൺസൂൺ 26 മൺസൂൺ സെഷനിൽ 19 ദിവസമായിരുന്നു ബിസിനസ് പറഞ്ഞിരുന്നത്. അതിൽ 2 ദിവസം നമ്മുടെ ഒരു പുതിയ നിയമനിർമ്മാണം, അതായത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് തടയുന്ന നിയമത്തിൽ സഹകരിച്ചു. പക്ഷേ അവിടെയും അതിൽ മറുപടി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ പാസ്സാക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടായില്ല. പിന്നെ വോയിസ് വോട്ടിന് അത് അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ പാർലമെൻ്റ് ഒരു നിഷേധാത്മകമായ ശൈലിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ നമ്മളിപ്പം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ജനാധിപത്യ രാജ്യവും മറ്റേ സ്വേച്ഛാധിപത്യ രാജ്യവുമാണ്. അപ്പം നമ്മുടെ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ട് സ്തംഭിക്കുന്ന ഒരു സാഹചര്യം അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. കാരണം ഇവിടെ സൂചിപ്പിച്ചാൽ 1 മിനിറ്റ് ഈ മൺസൂൺ സെഷനിലെ ഔദ്യോഗികമായ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 1 മിനിറ്റ് നടത്തിക്കൊണ്ടു പോകുന്നതിന് 2.5 ലാഖാണ് ചിലവ്. അതിൽ 7,023 മിനിറ്റ് നഷ്ടപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. നമുക്ക് 7,023 മിനിറ്റ് നഷ്ടപ്പെട്ടു. അത് 175 കോടിയുടെ നഷ്ടമാണ് രാജ്യത്തിനുണ്ടായത്, ടാക്സ് പേയർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്നുള്ളത് റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ, അത് രാജ്യസഭയ്ക്കും റൂൾസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒരു നിയമക്രമം അനുസരിച്ചേ പാർലമെൻറ്റിൻ്റെ നടപടികൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ ലോകസഭയിലെ നടപടിക്രമം അനുസരിച്ചാണെങ്കിൽ ആദ്യത്തെ 11 മണിക്കാണ് തുടങ്ങുന്നത്. ആദ്യത്തെ മണിക്കൂർ ചോദ്യോത്തര വേളയാണ്. അപ്പോൾ ഈ ചോദ്യോത്തര വേള എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ അംഗങ്ങൾ ചോദിക്കുന്നത്, അത് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാർ അതിൻ്റെ ശരിയും തെറ്റും ആൻസർ കൊടുക്കുകയാണ് അതിനകത്ത്. അപ്പോൾ പലപ്പോഴും ഗവൺമെൻറ്റിനെ നമ്മൾ പ്രതിക്കൂട്ടിലാക്കുന്നത് ചോദ്യോത്തര വേളയിലാണ്, ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നമുക്കറിയാം, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സ്യപ്രവർത്തകർ പലരും കാണാതായി, മുതലപ്പുഴി പോലെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്തില്ല, ഓരോ വിഷയത്തിലും നമുക്ക് അങ്ങനെ ചോദിക്കാം. അങ്ങനെയുള്ള എല്ലാ വിഷയം ഞാനിതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിന് കൃത്യമായിരിക്കണം അവർ ഉത്തരം പറയുന്നത്. അതെ, അതിൽ ഒരു തരത്തിലും ഗവൺമെൻറ്റിന് കള്ളം പറയാൻ കഴിയില്ല. പാർലമെൻറ്റിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിവിലേജ് മോഷനിലൂടെ മന്ത്രിക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ കൊടുക്കുന്ന കണക്കുകൾ 100% സത്യസന്ധമായിരിക്കും. അത് തയ്യാറാക്കുന്നത് ആ തരത്തിൽ ബ്യൂറോക്രാറ്റിക് ലെവലിലും അല്ല, അതിനകത്ത് നമ്മളെ പെർമനൻ്റ് എക്സിക്യൂട്ടീവും അതുപോലെ മന്ത്രിയും കൂടെ ചേർന്നിട്ട് തന്നെയാണ്. അപ്പം ഇത് പറയുന്നത് മന്ത്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും മന്ത്രാലയത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ താഴെത്തട്ടിലുള്ള ക്ലറിക്കൽ ലെവൽ മുതൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം, പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അതാത് മന്ത്രാലയങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ആ സെക്രട്ടേറിയറ്റിൽ ആ വിങ് രാവും പകലുമാണ് വർക്ക് ചെയ്തത്. പക്ഷേ അതാണ് പാർലമെൻറ്റ് ഒരു പ്രൊഡക്ടിവിറ്റി നമ്മൾ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത്. അപ്പം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയവും ഈ കഴിഞ്ഞ 19 ദിവസത്തിൽ 543 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ചോദ്യോത്തര വേളയെ അനുവദിച്ചിരുന്നില്ല. ചോദ്യോത്തര വേള കംപ്ലീറ്റ് ആയിട്ട് പോയി. അതെ, അപ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്. നമ്മുടെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ സ്വീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ചത് ബ്രിട്ടീഷ് മോഡലായിരുന്നു. അന്ന് പലരും അമേരിക്കൻ മാതൃകയിലുള്ള പ്രസിഡൻഷ്യൽ സിസ്റ്റം വേണമെന്ന് ഡിമാൻഡ് ചെയ്തൊരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവേ അതിൽ അംബേദ്കറും അല്ലെങ്കിൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, അന്നത്തെ നേതാക്കൾക്ക് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയാണ് നമുക്ക് സ്വീകാര്യമായത്. കാരണം നമ്മൾ 1935 ആക്ട് മുതൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പൂർണ്ണ അധികാരമില്ലെങ്കിലും ഗവൺമെൻറ് വന്നിരുന്നു. അപ്പോൾ ആ ഒരു ബേസിസിൽ നമ്മൾ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉയർത്തിയ ഒരു നേട്ടമായി സൂചിപ്പിച്ചത്, ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി പാർലമെൻറ്റിലാണ്.
പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ലെങ്കിൽ ഗവൺമെൻറ് ഏത് സമയത്തും പുറത്തു പോകും. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. 4 വർഷത്തേക്ക് അമേരിക്കയിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 4 വർഷവും സ്റ്റേബിളായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. മറ്റൊന്ന് ഈ ഡെലിബറേഷൻസ് ആണ്. അപ്പം ദൈനംദിന പ്രവർത്തനങ്ങൾ നിരന്തരം ഗവൺമെൻറ് സമൂഹവുമായിട്ട് അല്ലെങ്കിൽ പാർലമെൻറ്റിനോടെന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ജനങ്ങളോട് ആൻസറബിൾ ആണ്. അപ്പോൾ ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഈ തരത്തിലുള്ള ഒരു സംവാദം നടക്കുന്നില്ല. അപ്പം ആക്ച്വലി പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെന്യൂ എന്ന് പറയുന്നത് ഡെലിബറേഷൻസിൻ്റെ ചർച്ചകളുടെ സംവാദങ്ങളുടെ വേദിയാണ്. എന്തിനാണ് ഈ ചർച്ചയെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അത് ചിലപ്പോൾ തൊഴിലില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല ക്രമസമാധാന വിഷയമായിരിക്കാം, വിദേശ രാജ്യങ്ങളുടെ വിഷയമായിരിക്കാം, ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതിനകത്ത് വരും. അപ്പം സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ, ഇപ്പം ഞാനൊരു വിഷയം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ചില ചില കാര്യങ്ങൾ നല്ലതായിരിക്കാം, ചില കൂടുതൽ ആഡ് ചെയ്യാൻ കഴിയും. അപ്പം വ്യത്യസ്ത ആശയങ്ങൾ അവിടെ വരുമ്പോൾ അതിൽ നിന്ന് ശരി ഉയർന്നു വരും. അപ്പോൾ ഡെലിബറേഷൻസ് എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ ചരിത്രകാലം മുതലേ നമ്മൾ ഉപനിഷത്ത് കാലഘട്ടം അല്ലെങ്കിൽ ഈ സംവാദത്തിലൂടെയാണ് നമ്മുടെ ആശയങ്ങൾ വരിക. അപ്പം പാർലമെൻറ്റ് ആ തരത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും പൊളിറ്റിക്സ് വരും, ചർച്ച ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ അത് എന്നെ ഭയപ്പെടുത്തുന്നത് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിന് ശേഷമുള്ള നമ്മുടെ പാർലമെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ പുറകിലേക്ക് പോയി എന്നുള്ളതാണ്. അത് ഞാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഫോക്കസ് ചെയ്യാൻ കാരണം, ഞാൻ 14ാം പാർലമെൻറ്റ് മുതലുള്ളൊരു കണക്കെടുക്കുകയുണ്ടായി. അപ്പം BJP 6 വർഷം ഭരണത്തിലിരുന്നിട്ട് AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭരണത്തിലിരുന്നതിന് ശേഷം പ്രതിപക്ഷമായി 2004 പ്രതിപക്ഷമായി ഏതാണ്ട് 140ഓളം 138 സീറ്റോടെയാണ് അവിടെ പ്രതിപക്ഷത്തിരിക്കുന്നത്. അന്ന് ഭരണകക്ഷിയായ കോൺഗ്രസിന് 145 സീറ്റേ ഉള്ളൂ. അതിൽ LK അദ്വാനി ആയിരുന്നു പ്രതിപക്ഷ നേതാവ് 2004-2009 പീരീഡിൽ. ഒന്നാം UPA സർക്കാരിന്, മൻമോഹൻ സർക്കാരിൻ്റെ അന്ന് പാർലമെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 87%. ഇനി LK അദ്വാനിയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള തലത്തിൽ LK അദ്വാനിയുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 92%. അപ്പം അതിനുശേഷം നമ്മുടെ 15ാം പാർലമെൻറ്റിൽ വരുമ്പോഴത്തേക്കും സുഷമ സ്വരാജ് ആയിരുന്നു പ്രതിപക്ഷ നേതാവായി. അപ്പം സുഷമ സ്വരാജിൻ്റെ സമയത്ത് 94% പ്രതിപക്ഷ നേതാവിൻ്റെ അറ്റൻഡൻസ്. അപ്പം ആ പാർലമെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി 67%. അതിൻ്റെ ഒരു പ്രധാന കാരണം 2012 ശേഷം ഉണ്ടായ നിരവധി അഴിമതി ആരോപണങ്ങളും ഗവൺമെൻറ്റിനെതിരായ സമരങ്ങളും അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് അങ്ങനെ പല പല വിഷയങ്ങൾ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പാർലമെൻറ്റിന് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. എന്നിട്ട് പോലും 67% പ്രൊഡക്ടിവിറ്റി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിച്ചത് ഇത് രണ്ടും BJP പ്രധാന പ്രതിപക്ഷമായിരുന്ന ഇന്ത്യൻ പാർലമെൻറ്റാണ്. അതിനു മുമ്പുള്ള പാർലമെൻറ്റിൽ BJPയെക്കാളും മറ്റു പാർട്ടികൾക്കും റോളുണ്ട്. പക്ഷേ BJP പ്രധാന പ്രതിപക്ഷമായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫസ്റ്റ് പാർലമെൻറ്റിൽ ഏതാണ്ട് 67% പ്രൊഡക്ടിവിറ്റി ഉണ്ട്. 2014 മോശമല്ലാത്ത രീതിയിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ 67 എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് 33% നഷ്ടമായി എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു 17ാം പാർലമെൻറ്റ് വരുമ്പോൾ 2019-24 വരുമ്പോഴത്തേക്ക് 47%-ആയി കുറഞ്ഞു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. LK അദ്വാനി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് 86% പ്രൊഡക്ടിവിറ്റി ഉണ്ടായ പാർലമെൻറ്റാണ് നമ്മുടെ 17ാമത്തെ പാർലമെൻറ്റ് വരുമ്പോഴത്തേക്കും അത് 47%-ആയി കുറയില്ല. ഇതിപ്പോൾ കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ പറയുക ഇത് സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനത്തിൻ്റെ ഉദാഹരണമാണ് എന്നവർ പറയും. അല്ല, അത് ഞാനതാണ് പറഞ്ഞത്. പാർലമെൻ്ററി പ്രൊസീജിയർ അനുസരിച്ചിട്ട് സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലത്തെ റോളുണ്ട്. അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഭയ്ക്ക് പുറത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. സഭയ്ക്കകത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകന് മാത്രം നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല, വിദ്യാർത്ഥികളും കൂടെ സഹകരിക്കണം. അപ്പം വിദ്യാർത്ഥികൾ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ അധ്യാപകന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇതൊരു 2-way പ്രോസസ്സാണ്. മറ്റൊന്ന്, ബ്രിട്ടീഷ് സിസ്റ്റം അനുസരിച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്. അവിടെ തന്നെ ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയും. അതായത് ഈ പ്രതിപക്ഷ നിരയിൽ തന്നെ ഓരോ മന്ത്രാലയങ്ങളുടെയും എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ അതാത് മന്ത്രാലയങ്ങളെ വിഷയം വരുമ്പോഴത്തേക്കും അവർ കൗണ്ടർ ചെയ്യും. കാരണം അടുത്ത മന്ത്രിസഭ വരുമ്പോഴത്തേക്കും ഇവരായിരിക്കും അവിടെ ബൈപാർട്ടി സിസ്റ്റം ആണല്ലോ ഒരു പരിധി വരെ നേരത്തെ. അപ്പോൾ ആ സമയത്ത് ഈ ആളുകൾ അതിലൊരു സ്പെഷ്യലൈസേഷൻ അവർക്കുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ആ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൗണ്ടർ ചെയ്യാനുള്ള പ്രാവീണ്യം പ്രതിപക്ഷത്തിനും ഉണ്ടാവണം. പ്രതിപക്ഷത്തിനോട് ഉത്തരവാദിത്തമുണ്ട്, ഭരണകക്ഷിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ രണ്ടുപേരും സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ, അപ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് സർക്കാർ മാത്രമല്ല. നമ്മൾ സ്പീക്കർ അധ്യക്ഷനായിട്ടുള്ള ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ള 15-അംഗ കമ്മിറ്റിയാണ്. അത് സ്പീക്കറാണ് ചെയർമാൻ. അതിൽ ഭരണകക്ഷിയും പ്രതിപക്ഷത്തിനും അവരുടെ സംഖ്യാബലമനുസരിച്ചുള്ള പങ്കാളിത്തമുണ്ടാവും. അപ്പം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് ഏതെല്ലാം വിഷയങ്ങൾ ഏതെല്ലാം സമയത്ത് ചർച്ച ചെയ്യണം
ചില അടിയന്തര പ്രമേയങ്ങൾ അത്തരം വിഷയങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി സാധാരണ ദിവസങ്ങളിലുള്ള എല്ലാ വിഷയങ്ങളും, അപ്പോൾ അത് ഏത് വിഷയമാണ്, ഇപ്പോൾ ഉദാഹരണം ഇന്ന് അമിത്ഷാ മറുപടി പറയേണ്ട വിഷയം അല്ലെങ്കിൽ ചർച്ച, ആ വിഷയം ഒരു മന്ത്രാലയത്തിൻ്റെ ചർച്ച വരുന്നത്, ഇതെല്ലാം തന്നെ ആക്ച്വലി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിക്കുന്നതാണ് സ്പീക്കർ അവിടെ പറയുന്നത്. നമ്മൾ പലപ്പോഴും സ്പീക്കർ അനുമതി നൽകാതിരിക്കുന്നു എന്ന് പറയാം. ആക്ച്വലി ഇത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പ്രതിപക്ഷ മെമ്പർമാരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നതാണ്, ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന്. പക്ഷേ ഇവരിത് ഉന്നയിക്കും, കാരണം സൊസൈറ്റിയെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം റേസ് ചെയ്തു, ഗവൺമെൻറ് അനുവദിച്ചില്ല എന്നുള്ള ഒരു ലോജിക്കാണ് എൻ്റെ പുറകിലുള്ളത്. അപ്പം നമ്മുടെ പാർലമെൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് റൂൾസും റെഗുലേഷൻസും വെച്ചിട്ടാണ്. ഓക്കെ സാർ, അങ്ങ് പറഞ്ഞു ആദ്യത്തെ മണിക്കൂർ ചോദ്യോത്തര വേളയായിരിക്കും, വൈകുന്നേരം വരെ സഭ സമ്മേളിക്കുമല്ലോ. അപ്പോൾ ആ ചോദ്യോത്തര വേളയിൽ നമ്മൾ മുൻകൂട്ടി എഴുതി കൊടുത്ത ചോദ്യം ചോദിക്കുന്നു, അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിക്കും. അത് ഒരു കാരണവശാലും സർക്കാരിന് കള്ളം പറയാൻ സാധിക്കില്ല, പ്രിവിലേജ് മോഷനിലൂടെ മന്ത്രിക്ക് പുറത്തു പോകേണ്ടി വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സെഷൻ, അപ്പോൾ ആ ചോദ്യോത്തര വേളയ്ക്ക് ശേഷമായിരിക്കുമല്ലോ സീറോ ഓവർ. നമ്മൾ 12 മണി മുതൽ അത് സമൂഹത്തെ ബാധിക്കുന്ന ഏത് വിഷയവും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, ഏത് വിഷയം റേസ് ചെയ്യാം. അപ്പോൾ ഈ സീറോ ഓവറിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ബാധിക്കുന്നൊരു വിഷയം, അല്ലെങ്കിൽ നമ്മൾ മുതലപ്പൊഴിയുടെ ഒരു വിഷയം, അപ്പം കൺസേൺഡ് മന്ത്രി, എനിക്കൊന്ന് നമ്മുടെ അടൂർ പ്രകാശായിരിക്കും മുതലപ്പൊഴി വരുന്നതെന്ന്. അപ്പം അദ്ദേഹത്തിന് ഈ വിഷയം റേസ് ചെയ്യാം, കാരണം അത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നിരന്തരം മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ അപകടത്തിൽപ്പെടുന്നു. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ വരേണ്ട വിഷയങ്ങളാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ പ്രധാന സ്റ്റേറ്റിലെല്ലാം എയിംസ് ഉണ്ട്, കേരളത്തിൽ ഇതുവരെ എയിംസ് വന്നിട്ടില്ല. ഇവിടുത്തെ ഒരു MP ചോദിക്കാം എന്തായി കേരളത്തിൽ എയിംസ് അനുവദിക്കുന്ന കാര്യം. ഞാൻ ഇതെല്ലാം എല്ലാ വിഷയം അത് ചോദ്യോത്തര വേളയിലും ചോദിക്കാം. ഞാൻ പറഞ്ഞ ഇത്തരം വിഷയങ്ങൾ റേസ് ചെയ്യാം സീറോ ഓവറിൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ സഭയുടെ ഔദ്യോഗിക നിയമനിർമ്മാണ പ്രക്രിയ 2 മണിക്കാണ് ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ പലപ്പോഴും ബന്ധപ്പെട്ട മന്ത്രി ഉണ്ടായോ, പ്രധാനമന്ത്രി ഉണ്ടായോ, അല്ലെങ്കിൽ അവിടെ അമിത്ഷാ ഉണ്ടായൊക്കെ വന്ന് നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു അനാവശ്യമായ ചർച്ചയാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ കൺസേൺഡ് മന്ത്രി അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത്. നമ്മുടെ പാർലമെൻറ്റിൻ്റെ നടപടിക്രമം അനുസരിച്ചിട്ട് അതാത് മന്ത്രാലയങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴാണ് മന്ത്രിമാരുടെ പ്രസൻസ് ശ്രദ്ധിക്കപ്പെടുന്നത്. അവർക്ക് റോളുള്ളൂ. അതെ, മന്ത്രിക്ക് അവിടെ ഇരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് മന്ത്രി എത്ര നേരം ഇരിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് റൂൾസിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ആ മന്ത്രാലയത്തിൻ്റെ വിഷയം വരുമ്പോഴോ, അതിലൊരു അടിയന്തര പ്രമേയം വരുമ്പോഴോ, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴോ മന്ത്രിയോ സഹമന്ത്രിയോ അത് ആൻസർ പറയണം. ആ സമയത്താണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ രാവിലെ 11 മണിക്ക് തന്നെ ബഹളം തുടങ്ങുന്നത് അമിത്ഷാ വന്നില്ലെന്ന് പറഞ്ഞിട്ടാണ്. ആക്ച്വലി അമിത്ഷായുടെ ഓഫീസിലിരിക്കുക. അപ്പോൾ നമ്മളിതിനെ ഈ നമ്മുടെ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്ന വേളയിലാണ് മന്ത്രിമാരുടെ പ്രസൻസ്, വിശേഷിച്ചും ബിസിനസ് അവേഴ്സിലും ചോദ്യോത്തര വേളയിലുമാണ് വളരെ പ്രാധാന്യമുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഹോം മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അമിത്ഷായ്ക്കുമാകാം, സഹമന്ത്രിമാരുണ്ടല്ലോ. അപ്പോൾ കാരണം നമ്മുടെ നിയമം അനുസരിച്ചിട്ട്, ഭരണഘടന അനുസരിച്ചിട്ട് 75 ആർട്ടിക്കിൾ 70 പ്രകാരം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഒരു മന്ത്രിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, അത് മന്ത്രിസഭയ്ക്ക് മുഴുവനുമുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഇറോഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒരു വലിയൊരു മൂല്യത്തകർച്ച നമ്മുടെ പാർലമെൻ്ററി നടപടിക്രമങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാന കാരണം 2014 ശേഷം കോൺഗ്രസ് 55 വർഷം കോൺഗ്രസ് ഇന്ത്യയിൽ ഭരണത്തിലായിരുന്നു. അപ്പോൾ 2014 മുതൽ 19 വരെയുള്ള പാർലമെൻറ്റ് വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷേ 2019 നരേന്ദ്രമോദി എലക്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റ് ഇതുവരെ നേരായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു അസഹിഷ്ണുതയുണ്ട്. കാരണം പ്രതിപക്ഷ നിരയിൽ ഇരിക്കാൻ കോൺഗ്രസ് ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ അറ്റൻഡൻസ്. അപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൽ അമിത്ഷാ തന്നെ ഈ വിഷയം പാർലമെൻറ്റിനകത്ത് ഉന്നയിച്ചിരുന്നു, കണക്കുകൾ നിരത്തി. 2004 രാഹുൽ ഗാന്ധി MP ആയി പാർലമെൻറ്റിൽ വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള സഭയുടെ അറ്റൻഡൻസിൻ്റെ കണക്ക് നമുക്കിത് പൊതുസമൂഹത്തിന് അവൈലബിളാണ്. ഓരോ സെഷനായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നതിൻ്റെ ഓരോ MPയുടെയും കണക്കുകൾ അവൈലബിളാണ്. 543 MPമാരും പാർലമെൻറ്റിൽ എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളത് സാധാരണഗതിയിൽ ഓരോ പാർലമെൻറ്റിലും ഒരു ശരാശരി ഒരു
പെർസെൻറ്റേജ് മെമ്പർമാരുണ്ടാവും. പക്ഷേ രാഹുൽ ഗാന്ധി ഇതിലെല്ലാത്തിനും താഴെ ശരാശരി അദ്ദേഹത്തിന് 50% അല്ലെങ്കിൽ 52% ഒക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ പാർലമെൻറ്റ്. അത് 14, 15, 16, 17. ഈ 18 ഈ 2025 നമ്മൾ ബഡ്ജറ്റ് സെഷൻ നടക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നു. 60 ദിവസത്തോളം രാഹുൽ ഗാന്ധിയില്ല, പൂർണ്ണമായിട്ടും സീറോ ആയിരുന്നു. പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. ബഡ്ജറ്റ് സെഷൻ അദ്ദേഹം വിദേശ യാത്രയായിരുന്നു. 6-7 വിദേശ രാജ്യങ്ങളിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ മറ്റൊരു പ്രധാന പ്രത്യേകത കഴിഞ്ഞ ഈ 2026 ഫെബ്രുവരി 5-ാം തീയതി നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഇതുണ്ടല്ലോ, നയപ്രഖ്യാപനത്തിന് മറുപടി, എനിക്ക് നന്ദി പ്രമേയം എന്ന് പറയല്ലോ, അതിന് മറുപടി പ്രധാനമന്ത്രി മറുപടി പറയാൻ കഴിയാതെ പോയൊരു സാഹചര്യം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിൽ നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി പറയാൻ കഴിയാതെ നന്ദി പ്രമേയ ചർച്ച പാസ്സാക്കേണ്ട സാഹചര്യമുണ്ടായി. കാരണം ആ സെഷൻ തീരുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അത് ഫെബ്രുവരി 5-ാം തീയതി. കാരണം അതിനറിയാൻ ഏതാനും വനിതാ MP-മാരെ അണിനിരത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ബ്ലോക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 2023 മണിപ്പൂർ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതുപോലെ നിരന്തരം ഒരു മൺസൂൺ സെഷൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും 2023 സ്തംഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഗവൺമെൻറ്റിനെതിരായിട്ട് അന്ന് അമിത്ഷാജി ആഭ്യന്തരമന്ത്രി മറുപടി പറയുമ്പോഴും പ്രതിപക്ഷം സഹകരിക്കാതെ വന്നു. പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയം വരുമ്പോഴും പ്രധാനമന്ത്രി മറുപടി പറയുമ്പോഴത്തേക്കും പ്രതിപക്ഷം പൂർണ്ണമായിട്ടും സദസ്സ് വിട്ടു പോകുക അല്ലെങ്കിൽ സഭ വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ശത്രുതാപരമായ ലൈനിലേക്ക് ഭരണകക്ഷിയും പ്രതിപക്ഷവും മാറുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ ഇന്നിപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സ്വീകരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ സംഘർഷത്തിന് ശേഷം ഒരു സമവായം, ഈ സർവകക്ഷി, അതായത് സഭയിലെ പാർട്ടിയുടെ നേതാക്കളുടെ മീറ്റിംഗ് സ്പീക്കർ വിളിച്ചു കൂട്ടുകയും അതിൽ ഒരു സമവായം എത്തുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെയും നിയമസഭയുടെയും ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലെ സംഘർഷമുണ്ടായതിന് ശേഷം, ഇപ്പം കേരളത്തിലുൾപ്പെടെ നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരള നിയമസഭയിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയായി, പിന്നെ അന്ന് മന്ത്രിയല്ല, കാണിച്ച കോപ്രായങ്ങൾ നമുക്കറിയാമല്ലോ. പക്ഷേ അതിനുശേഷം ഒരു സമവായത്തിലെത്താറുണ്ട്. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല, നമ്മൾ ശത്രുക്കളെ പോലെയാണ്. അപ്പം നമ്മുടെ LK അദ്വാനി പണ്ട് പറയുമായിരുന്നു, നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ എതിരാളികളാണ് ഉള്ളത്, ഓപ്പോണൻസാണ്, എനിമീസ് അല്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ശത്രുവിനെ പോലെയാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ഇഡിയറ്റ് എന്നൊരു വേർഡ് ഉപയോഗിച്ചു. അത് സഭാ നടപടിയിൽ രേഖകളിൽ നിന്നും മാറ്റിയുണ്ട്. ഈ സെഷനിൻ്റെ തുടക്കത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് അമിത്ഷായ്ക്ക് ഭയമാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പേടിക്കുന്നു, അല്ലെങ്കിൽ ഈ തരത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം കുരങ്ങിൻ്റെ ഒരു രൂപവുമായിട്ട് അവിടെ വരുന്നു. അതിന് മുമ്പ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അവരൊരു പൂജാ പരിപാടിയൊക്കെ അവിടെ ഒരു റീൽ എടുക്കുന്നതിന് ഒരു സംവിധാനത്തിലേക്ക് വന്നു. പാർലമെൻറ്റിൻ്റെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാന്യതയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ, അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നതിനെ കളിയാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അതെ. അപ്പം അദ്ദേഹം പാർലമെൻറ്റിൽ ഇരിക്കുന്നതും നിരവധി തവണ സ്പീക്കർ റൂളിംഗ് കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ശൈലി, അദ്ദേഹത്തിൻ്റെ വേഷ സംവിധാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി, പണ്ട് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നതും അതിലെ കണ്ണിറുക്കി കാണിക്കുന്നതും ഒക്കെയുള്ള ഈ തരത്തിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നതാണ്. പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ ജനങ്ങൾ അവലോകനം ചെയ്യുന്നത് ആ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളും കൂടെ ശ്രദ്ധിക്കും. അപ്പോൾ ഈ സഭ എന്തിനാണെന്നൊരു ചോദ്യം ഉണ്ടാവും ഇങ്ങനെ വരാണ്. ഇതിൽ ഏറ്റവും അപകടകരമായൊരു വിഷയം, 12 നിയമങ്ങൾ ഈ മൺസൂൺ സെഷനിൽ ലോക്സഭ പാസ്സാക്കേണ്ടായി. 12 ബില്ലുകൾ അവതരിപ്പിച്ച് പല പ്രസിഡന്റ് ഒപ്പിട്ട പലതും. അതിൽ 11 ബില്ലുകളും ചർച്ച കൂടാതെയാണ് പാസ്സാക്കിയത്. അത് ഈ പേപ്പർ ലീക്ക് ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെൻറ്റ് ബില്ല്, അതായത് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ബില്ല് മാത്രമാണ് ചർച്ച ചെയ്തത്. ഈ 11 ബില്ലിൽ ഏറ്റവും കേരളവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ 2 ബില്ലുണ്ടായിരുന്നു. അതായത് കേരള എന്നുള്ള പേര് കേരളം ആയി അംഗീകരിച്ചതിലും കേരളത്തിലെ ഒരു MP-മാരും അഭിപ്രായം പറഞ്ഞില്ല. അതിൽ നമ്മുടെ സുരേഷ് ഗോപി മാത്രം അതിനകത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ബാക്കി ആൾക്കാർക്ക് ഒന്നും ഇതിനകത്ത് കാര്യമായ അഭിപ്രായം പറഞ്ഞില്ല. അതായത് ആ വിഷയത്തിലും കേരളത്തിലെ MP-മാരുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ആക്ട് വന്നിട്ടുണ്ട്. അത് കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ധാതുമണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതിലും നമ്മളെ അഭിപ്രായം ഉണ്ടായില്ല. നമ്മുടെ MP-മാരെല്ലാം കൂക്ക് വിളിക്കുന്ന ഇതിൽ മാത്രമാണ് നമ്മൾ കാണുക.
അല്ല ഇതിപ്പോൾ വേറൊരു കാര്യമുണ്ട് സാർ. ഇപ്പോൾ ഇങ്ങനെ കൂക്ക് വിളിക്കരുത്, ഈ രീതിയിൽ പ്രതിഷേധിക്കരുത് എന്ന് പറയുന്ന ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പാർലമെൻറ്റിന് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സിസ്റ്റത്തിൽ വളരെ അനുസരണയോടെ പ്രതിപക്ഷം വന്ന് പാർലമെൻറ്റിൽ ഇരിക്കുക എന്ന് അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്നത് ശരിയല്ല. ശരിയല്ല, അതെ. ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കാവുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. പക്ഷേ പാർലമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ച് ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അതായത് ഒരു ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ, ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ അക്കമിട്ട് നിരത്താൻ കഴിയുന്ന ഏകവേദി പാർലമെൻറ്റാണ്. അപ്പം നമ്മൾ ഈ ബഹളം വയ്ക്കുന്നതിനേക്കാൾ ഉപരി ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ ഒൺ ബൈ ഒണ്ണായിട്ട് നമുക്ക് അവിടെ ഉയർത്തി കാണിക്കാം. അതെല്ലാം തന്നെ റെക്കോർഡാവുകയാണ്. സഭാ നടപടി ക്രമങ്ങളിൽ അതിൻ്റെ രേഖയിൽ അത് വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12 വർഷത്തെ ചരിത്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു വീഴ്ച പറ്റിയ അല്ലെങ്കിൽ ഒരു പ്രതിക്കൂട്ടിലായ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ്. ഒന്ന്, നമ്മുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട്. അപ്പോൾ അവസാനം അതുകൊണ്ടാണ് നമ്മുടെ ജൻസി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പാറ്റ പാർട്ടി സമരത്തിൽ ഗവൺമെൻറ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മന്ത്രി രാജിവെക്കുന്നത്. അവിടെയും പ്രതിപക്ഷത്തിന് അവിടെ റോളുണ്ടായില്ല, വേറൊരു തേർഡ് പാർട്ടിയാണ് അവിടെ വന്നത്. പക്ഷേ അത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തില്ല. മാത്രമല്ല, അതിലെ വീഴ്ചകൾ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ ചരിത്രത്തിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി ഒരാളിന് ഇതൊന്നും തന്നെ പാർലമെൻറ്റിൽ വന്നിട്ടില്ല. ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട വിഷയങ്ങൾ ഈ ചർച്ച നടന്നിരുന്നെങ്കിൽ ആ വിഷയത്തിൽ ആദ്യത്തെ ദിവസം ഗവൺമെൻറ്, അതായത് 20-ാം തീയതി പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറായില്ല. 21-ാം തീയതി മുതൽ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറായി. അപ്പം കോൺഗ്രസ് പിന്നോട്ട് പോയി. അപ്പം അതിനുശേഷം മറ്റൊരു വിഷയമാണ് രാമക്ഷേത്രത്തിലുണ്ടായ സാമ്പത്തിക ക്രമക്കേട്. അപ്പോൾ അതും ചർച്ചയ്ക്ക് വരാത്തതുകൊണ്ട് അതും സഭയിൽ കാര്യമായി വന്നിട്ടില്ല. അപ്പം ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട പ്രധാന 2 വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മറ്റൊരു നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പാർലമെൻറ്റിൽ അതിൻ്റെ എല്ലാ തലങ്ങളും ചർച്ച നടന്നതെങ്കിൽ പുറത്തു വന്നേനെ. കറക്റ്റ്, അതെ. അപ്പം നമ്മുടെ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും വീഴ്ചകളും, അപ്പം വീഴ്ചകൾ ഉയർത്തി കാണിക്കേണ്ടത് പ്രതിപക്ഷമാണ്. അപ്പം ഈ തരത്തിലുള്ള ഒരു സഹകരണമില്ലായ്മ ഫലത്തിൽ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി ആ ബില്ലൊക്കെ പാസ്സായി പോകുന്ന ഒരു അത് ബില്ല് ഓട്ടോമാറ്റിക്കലി പാസ്സാണ്. അതിൻ്റെ വേറൊരു ദോഷമുണ്ട്. നമ്മളിപ്പോൾ ഈ പാർലമെൻറ്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വെന്യൂ ഓഫ് ഡെലിബറേഷൻസ് എന്നുള്ളതാണ്. അതിൽ വ്യത്യസ്തമായ ആശയങ്ങൾ വരണം. ഇപ്പം നമ്മൾ ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്നൊരു പോസിറ്റീവ് പ്രോഗ്രസീവായ ഒരു ബില്ല് കൊണ്ടുവന്നാലും അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ചിലത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ചിലത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ചർച്ചയുണ്ടാവണം. അപ്പം ചർച്ചയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബ്യൂറോക്രാറ്റിക് ലെവലിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് അതേപടി നിയമമായിട്ട് മാറുകയാണ്. മറ്റേതങ്ങനെയല്ല. അതിനകത്ത് ഇന്ന ചില വീക്കായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവാം, ചില നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ ചരിത്രം നമ്മൾ എല്ലാ നിയമനിർമ്മാണ പ്രക്രിയയിലും ആ തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ പാർലമെൻറ്റിനുണ്ട്. അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ആ തരത്തിൽ തന്നെയാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ സാധിക്കുന്ന, പ്രതിരോധത്തിലാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയുമാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ആയുധമില്ലാത്തത് കൊണ്ടായിരിക്കുമോ ഈ ബഹളമൊക്കെ നടക്കുന്നത്? അതോ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കുമോ? അല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ നമ്മളൊക്കെ ഒരു കീഴ്വഴക്കമായിട്ടും ഈ കഴിഞ്ഞ പാർലമെൻറ്റിലും സർവകക്ഷി യോഗത്തിലെടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അനുവദിക്കുക എന്നുള്ള. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ മാത്രമല്ലല്ലോ, 543 അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും 543 നിയോജക മണ്ഡലങ്ങളുടെ വിഷയങ്ങളാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ആ വിഷയം അത് രാഷ്ട്രത്തിൻ്റെ ശ്രദ്ധയിൽ വരാനുള്ളൊരു വേദിയാണത്. അപ്പോൾ നമ്മൾ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് വെറുതെ ചോദിക്കാനല്ല, അപ്പോൾ ജനങ്ങളുടെ നീറുന്ന വിഷയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുന്ന അതായത് പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും ഒരുപോലെ തന്നെയുള്ള ഒരു അവസരമാണ്. അതായത് ചോദ്യോത്തരവേളയിൽ ചോദിക്കാം, അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാൽ പോലും നമുക്ക് ചോദ്യോത്തരവേളയിൽ വിഷയം ഉന്നയിക്കാം. അത് കഴിഞ്ഞ് 0 ഓവർ വരുന്നുണ്ടല്ലോ. 0 ഓവറിൽ ഉന്നയിക്കാം. അപ്പം ചില വിഷയങ്ങൾ ഗവൺമെൻറ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാറുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അമിത്ഷായുടെ തന്നെ പറഞ്ഞു, വേണമെങ്കിൽ സ്പീക്കർ അനുവദിക്കുകയാണെങ്കിൽ ചോദ്യോത്തര വേള മാറ്റിവെച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു എക്സെപ്ഷനാണ്. പക്ഷേ അത് നമ്മൾ ഒരു റെഗുലർ സിസ്റ്റമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം പ്രതിപക്ഷത്തിന് മൈലേജ് കിട്ടേണ്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം അഗ്രസീവായിട്ട്
പ്രതികരിക്കണം. അതിനോട് നമുക്ക് വിയോജിപ്പില്ല. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. ഓക്കെ, ഒന്ന് വാക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന് വീണ്ടും ചർച്ചയിൽ പങ്കെടുക്കാം. ഇപ്പോൾ വാക്കൗട്ട് നടക്കുന്നില്ല. ഇപ്പം രാവിലെ മുതൽ ഇവർ ഷൗട്ട് ചെയ്യാണ്. അപ്പം വെറുതെ ഇങ്ങനെ അപ്പം നമ്മൾ ഇപ്പം ലോക്സഭാ ടി വി സർക്കാർ ലോക്സഭാ ടി വി തന്നെ അത് കാണിക്കില്ല, ബഹളം മാത്രമേ കാണിക്കുള്ളൂ. 11 മണിക്ക് തുടങ്ങുന്ന സഭ 11:03 ആകുമ്പോഴത്തേക്കും സമാപിക്കുകയാണ്. അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ എം പിമാരൊക്കെ നാട്ടിലേക്ക് വരികയാണ്. കേരളത്തിലെ എം പിമാർ വെള്ളിയാഴ്ച അവിടെ കാണുന്നില്ല, അവർ നാട്ടിലേക്ക് വരികയാണ്. വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഈ തരത്തിൽ പ്രൈവറ്റ് മെമ്പർ ബില്ല് അവതരിപ്പിക്കേണ്ടതും ഒരു എം പിമാരുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു ദിവസമാണ്. പലപ്പോഴും പല വിഷയങ്ങളും ഉയർത്തി കാണിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസങ്ങൾ. അങ്ങയുടെ റിസർച്ചിൽ വളരെ മനോഹരമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത നല്ല പാർലമെൻറ്റേറിയൻസിൻ്റെ ഉദാഹരണം ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലേ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആദ്യകാലം മുതൽ തന്നെ നമ്മുടെ സോഷ്യലിസ്റ്റ് നേതാക്കൾ, അല്ലെങ്കിൽ വാജ്പേയിയെ പോലെയുള്ള ആൾക്കാർ, അദ്വാനിയെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ CPM അതിൻ്റെ തന്നെ ഹിരൺ മുഖർജി, ഇതുപോലൊക്കെ ഒരുപാട് പേര് നല്ല പാർലമെൻറ്റേറിയന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ പാർലമെൻറ്റേറിയൻ നല്ലതായാലും പാർട്ടി അനുവദിച്ചാലേ അവിടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ശശി തരൂരിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ കാര്യമായി സംസാരിക്കാൻ അവസരം കിട്ടാറില്ല. കാരണം കോൺഗ്രസിൻ്റെ പോളിറ്റിക്സിലല്ല ശശി തരൂർ നിൽക്കുന്നത്. ഈ ജെന്റിൽമാൻ പോളിറ്റിക്സ് രാഹുൽ ഗാന്ധിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ടായിരിക്കണം പലപ്പോഴും ശശി തരൂരിനെ നിങ്ങൾക്കൊരു പാർലമെൻറ്ററിയനായിട്ട് കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്ന അതാത് പാർട്ടികളാണ്. അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ പാർട്ടിക്കും അനുവദിക്കപ്പെടുന്ന സമയം അല്ലേ? അതെ, പാർലമെൻറ്റിൽ സംസാരിക്കാൻ, അതാണ് ഞാൻ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിക്കുന്ന വിഷയങ്ങൾ, ഏതെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കൊടുക്കുന്നു, അതിന് സമയം ഉൾപ്പെടെ. ഉദാഹരണത്തിന് ഇതുപോലെയുള്ള ഒരു അടിയന്തര വിഷയം വരുന്നു, ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാണ്. അപ്പോൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് ചർച്ചയുടെ സമയം തീരുമാനിക്കുന്നത്. പക്ഷേ ചർച്ച നടത്തുമ്പോൾ ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് അതാത് പാർട്ടിയുടെ സമയം മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. അത് സ്പീക്കർ അവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സ്പീക്കറുടെ തീരുമാനം അവിടെ വരുന്നില്ല. അപ്പം നമ്മൾ സ്പീക്കറെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കുന്നത് ശരിയല്ല. കാരണം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളാണ് സ്പീക്കർ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഭരണകക്ഷിയുടെ സഭാ നേതാവ് എന്നുള്ള തലത്തിൽ ലോകസഭയിലും രാജ്യസഭയിലും ഭരണകക്ഷിക്കായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും സ്പീക്കർ, കാരണം ഗവൺമെൻറ്റിനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ സ്പീക്കർ സഹായിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്സിന് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയാൻ കാരണം 55 വർഷം ഇന്ത്യ ഭരിച്ചൊരു പാർട്ടിയാണ്. ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ 6 വർഷം ഭരണത്തിലിരുന്ന BJP 10 വർഷം പ്രതിപക്ഷത്തിലിരുന്ന സമയത്ത് BJPയുടെ 2 പ്രതിപക്ഷ നേതാക്കളും പാർലമെൻറ്റിൽ 92% 94% അറ്റൻഡൻസ് ഔദ്യോഗികമായിട്ട് നേടിയവരാണ്. കാരണം അവരതിനെ സീരിയസ് ആയിട്ട് തന്നെയാണ് ശക്തരായ പ്രതിപക്ഷമായിട്ട് അവിടെ തുടർന്നു എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ലോകസഭയിലെ കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കണക്കുകൾ നിരത്തി രാഹുൽ ഗാന്ധിയുടെ 2004 മുതലുള്ള പാർലമെൻറ്റിലെ പ്രസൻസിൻ്റെ ശതമാനം ഉൾപ്പെടെ കാണിക്കേണ്ടായിരിക്കും. അപ്പോൾ പാർലമെൻ്ററി നടപടിക്രമം അനുസരിച്ച് നിങ്ങളൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിനാവശ്യമായ വസ്തുതകൾ പേപ്പർ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം, അത് സഭയിൽ വെക്കണം, അത് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ അതിനൊരു പ്രൊസീജിയറുണ്ട്. രാഹുൽ ഗാന്ധി പ്രൊസീജിയറൊന്നും പാലിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ ഉയർത്തുന്ന വാദങ്ങളും അവിടെ റെക്കോർഡിലുണ്ടാവില്ല. കാരണം വ്യവസ്ഥാപിതമായ രീതിയിലല്ല ആരോപണം ഉന്നയിക്കുന്നത്, വ്യക്തി അധിക്ഷേപം നടത്തണം. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാലോ, കോടതിയിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അദ്ദേഹം ഒരുപാട് മാപ്പ് പറഞ്ഞിട്ടുള്ള ആളാണ്. നിരവധി കേസുകളുണ്ടായിട്ട് ആ തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലേക്ക് പോകാൻ. ഈ മൺസൂൺ സെഷൻ്റെ കാര്യം അങ്ങ് പറയുമ്പോൾ അവിടെ സമയം നഷ്ടമാകുന്നു, പ്രൊഡക്ടിവിറ്റി ഇല്ലാതാകുന്നു എന്നൊക്കെ പറയുമ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളെ തന്നെ ഉന്നയിക്കുമ്പോൾ ഒന്നിന് പിന്നാലെ ഒന്നായി അവർ നിലപാട് മാറ്റുകയും ചെയ്യല്ലേ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ സമ്മേളനത്തിൽ മൺസൂൺ സെഷനിൽ നമ്മൾ ശ്രദ്ധിച്ചത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു കാലാകാലങ്ങളിൽ അവർ ഗോൾ പോസ്റ്റ് ചേഞ്ച് ചെയ്യണം. അപ്പം 20-ാം തീയതി പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസത്തിൽ ചോദ്യോത്തര വേള അനുവദിച്ചില്ല. അതിന് പകരം അവർ നീറ്റ് വിഷയം ചർച്ച ചെയ്യണമെന്നൊരു സമീപനമെടുത്തു. ഗവൺമെൻറ് അന്ന് തയ്യാറായില്ല. പക്ഷേ 20-ാം തീയതി വൈകുന്നേരം ഗവൺമെൻറ് തയ്യാറാകാൻ തീരുമാനിക്കുന്നു. 21-ാം തീയതി ഔദ്യോഗികമായിട്ട് പാർലമെൻറ്റിൽ അത് സ്പീക്കർ തന്നെ പറയുന്നു.
പക്ഷേ അന്നേരം അവർ ആ വിഷയത്തിൽ ഒതുങ്ങിയില്ല, മന്ത്രി രാജിവെക്കണമെന്നുള്ള ലെവലിലേക്ക് പോകുന്നു. അങ്ങനെ 6-7 ദിവസം അങ്ങനെ പോയി. ഈ സമയത്താണ് ഗവൺമെൻറ് ചർച്ച ചെയ്തത് CJP എന്നുള്ള പുതിയ യുവജന സംഘടനയുമായിട്ടാണ്. അങ്ങനെ മന്ത്രി രാജിവെക്കുന്നു. 26-ാം തീയതി പ്രശ്നം സോൾവ് ആയെന്ന് പറയാം. അതിനുശേഷം പുതിയ നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിന് ശേഷം 28-ാം തീയതി കഴിഞ്ഞ് 29-ാം തീയതി ഈ പാർലമെൻറ്റിൽ പുതിയ നിയമ ഭേദഗതി, അതായത് പരീക്ഷാ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന നിയമ ഭേദഗതി വന്നതിന് ശേഷം അടുത്ത ദിവസമാണ് അമിത്ഷായുടെ വിഷയം വരുന്നത്. അപ്പോൾ 30-ാം തീയതി മുതൽ കോൺഗ്രസ് ഗോൾ പോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട്, അതായത് ആദ്യം പറഞ്ഞ നീറ്റ് ചർച്ച, അതിനുശേഷം മന്ത്രിയുടെ രാജി, അത് രണ്ടും ചർച്ച ഗവൺമെൻറ് തയ്യാറായപ്പം പ്രതിപക്ഷം തയ്യാറായില്ല. മന്ത്രി രാജിവെച്ചു. അതിനുശേഷമാണ് അമിത്ഷാ മാപ്പ് പറയണം എന്നുള്ളത്, ആര് ഓർഡർ ഇറക്കിയെന്ന് പറയണമായിരുന്നു. അതിനുശേഷം അത് ചർച്ച ചെയ്യണമെന്നുള്ള വിഷയം വയ്ക്കുന്നു. അമിത്ഷാ ലാസ്റ്റിൽ ചർച്ച ചെയ്യാമെന്ന് അമിത്ഷാ തന്നെ സമൂഹത്തോട് പറയുന്നു. അമിത്ഷാ ഔദ്യോഗികമായി സ്പീക്കർ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ചർച്ചയിൽ നിന്ന് വീണ്ടും ഒരു ഒളിച്ചോടുന്നു. അപ്പം നീറ്റ് വിഷയത്തിലും രാഹുൽ ഗാന്ധി ഒളിച്ചോടി, പ്രതിപക്ഷം ഒളിച്ചോടി. അതേപോലെ തന്നെ അമിത്ഷായുടെ വിഷയത്തിലും, അതായത് ഡൽഹിയിൽ നടന്ന വിഷയങ്ങൾ ഉൾപ്പെടെ, രാമക്ഷേത്രത്തിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഏത് വിഷയമാണെങ്കിലും അമിത്ഷാ പറഞ്ഞു നമുക്ക് ഒരു ദിവസം മുഴുവനും ചർച്ച ചെയ്യാം, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം, എന്നിട്ട് ഓരോന്നും ഞാൻ കുറിച്ചെടുത്ത് മറുപടി പറയാം. അപ്പോൾ അതിനും തയ്യാറാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു എനിക്ക് അമിത്ഷായുടെ ലെക്ചർ കേൾക്കണ്ട. അപ്പം അമിത്ഷാ രാജിവെക്കണം എന്നുള്ളത്. അപ്പോൾ ഗോൾ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നൊരു സമീപനം നമ്മുടെ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ നല്ലതല്ല. കാരണം അവിടെ പലപ്പോഴും ഒരു കോൺസെൻസസ്, ഗവൺമെൻറ് കീഴടങ്ങി താഴെ വന്ന് മന്ത്രി രാജിവെക്കുമ്പോൾ അത് അംഗീകരിക്കുന്ന പുതിയ വിഷയത്തിലേക്ക് പോവുകയാണ്. ആ തരത്തിലുള്ള ഒരു നെഗറ്റീവായൊരു സമീപനം ആരോഗ്യകരമായൊരു ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു സംവിധാനം, ഒരു സമവായത്തിന് അത് ഗുണം ചെയ്യില്ല. ഓക്കെ, നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാടി മിടിപ്പ്. പാർലമെൻറ്റ് ഈസ് എ വെന്യൂ ഓഫ് ഡെലിബറേഷൻസ്. ഈ ഡെലിബറേഷൻസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ഈ സെഷനിൽ തന്നെ 18-ാം പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനിൽ തന്നെ 12 ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സായി, 12 ബില്ലിൽ 11 ചർച്ച കൂടാതെ പാസ്സായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എത്രത്തോളം വലിയ നഷ്ടമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അവർ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവരാണ്. അവരുടെ ശബ്ദം വളരെ ശക്തമായും നീതിയുക്തമായും ഉയരേണ്ടത് പാർലമെൻറ്റിലാണ്. ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ജനപ്രതിനിധികളോട് പറയാം. ജനപ്രതിനിധികൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയായ രീതിയിൽ ഉന്നയിക്കേണ്ട വേദിയാണ് പാർലമെൻറ്റ്. അവിടെ പ്രൊഡക്ടിവിറ്റി ഇത്തരത്തിൽ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ നഷ്ടമാണ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഒരു സർക്കാരിനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു വേദി കൂടിയായി മാറും. ഇത്തരത്തിലുള്ള ഡെലിബറേഷൻസ് നഷ്ടപ്പെടുത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ചർച്ചകൾ നടത്തിക്കൊണ്ട് പോവുക, സർക്കാരിനെ കൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കുക, സർക്കാരിനെ കൊണ്ട് സത്യങ്ങൾ പറയിക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക. അങ്ങനെ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള പ്രതിപക്ഷ നേതാക്കളായി മാറുവാൻ നമ്മുടെ എതിർനിരയിലുള്ളവർക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അത് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ ഇവിടെ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വെച്ചത്. ഇത് വലിയ വില കൊടുക്കുന്ന, ടാക്സ് പേയേഴ്സ് വില കൊടുക്കുന്ന ഒരു വേദി കൂടിയാണ് പാർലമെൻ്റ് എന്ന് കൂടി നമ്മൾ മറന്നു പോകരുത്. ഒരു മിനിറ്റിന് 2.5 ലക്ഷമാണ് പ്രവർത്തന ചെലവ് പാർലമെൻറ്റിന്. മനസ്സിലായല്ലോ? അത് ഒരു വശത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ, ഇതെല്ലാം പാർലമെൻറ്റേറിയൻസ് ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ അന്തസ്സത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഡോക്ടർ മോയിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.